നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പൊൻപുലരിയുടെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ മലയാള നാടിന്റെ തനിമ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ വളരെയധികം സ്നേഹിക്കുന്നത് പ്രവാസികളായിട്ടുള്ള മലയാളികളായിരിക്കും. കാരണം ഒരു പക്ഷേ നാടും അവരുടെ വീടും അവർക്ക് ഏറ്റവും കൂടുതൽ പ്രിയമായിട്ടുള്ള എല്ലാം തന്നെ നാട്ടിലെ എല്ലാ കാര്യങ്ങളും തന്നെ വിട്ടിട്ടാണ് അന്യ നാട്ടിൽ വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടി ജോലി ചെയ്യുന്ന ഒരു പറ്റം സമൂഹമുണ്ട്, ഒരു പറ്റം ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ എന്താണെന്നോ അല്ലെങ്കിൽ അവരിലും ഉണ്ടാവില്ലേ ഒരു കലാഹൃദയം, അല്ലെങ്കിൽ അവരിലും ഉണ്ടാകാം നല്ല നല്ല സാഹിത്യകാരന്മാർ, കലാകാരന്മാർ ഒക്കെ തന്നെ. നമ്മുടെ നാട്ടിൽ നിന്നും വേർപെട്ടിരിക്കുന്ന ഇവർക്കായിരിക്കും ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മുടെ നാടിന്റെ സംസ്കൃതിയും സാഹിത്യവും കലയൊക്കെ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഒരു അടുപ്പുണ്ടാകും. ഇത് എൻ്റെ ഒരു സുഹൃത്ത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അവനെ ഇടയ്ക്ക് കത്ത് എഴുതുന്നൊരു ശീലമുണ്ട്. അവൻ കത്ത് എഴുതി വരുമ്പോൾ ആദ്യം വരുന്ന കത്തുകളൊക്കെ നോർമൽ കത്തുകളായിരുന്നു. പിന്നെ അതിൽ കുറച്ച് സാഹിത്യ ഭംഗിയുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങി. അപ്പം ഞാൻ ചോദിച്ചു, എന്താ നിന്റെ നീ വായനയൊക്കെ കുറച്ച് കൂട്ടിയെന്ന് തോന്നുന്നു. അതൊന്നും അല്ല, നാട് വിട്ട് ഇത്രയും ദൂരം കുറച്ചു കാലം വന്നു നിന്ന ആരും സാഹിത്യകാരന്മാരായി പോകും. കാരണം നമ്മുടെ നാടിനെ കുറിച്ച് അറിയാതെ ഓർത്തു പോയി അതിനെക്കുറിച്ച് വർണ്ണിക്കാൻ തന്നെ നമുക്ക് വാക്കുകൾ തന്നെ വരുമെന്ന് പറയും. എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോഴാണ് നമ്മുടെ നാടിന്റെ വില അറിയുന്നത്. അപ്പം ഇവിടെ നിന്ന് പോയിട്ട് അവിടെ പ്രശസ്തരായ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. പക്ഷെ സാഹിത്യം എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് എല്ലാവർക്കും വഴങ്ങുന്ന ഒരു കാര്യമല്ല. ജന്മന അതിനൊരു വാസന ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ആവണം കഠിന പ്രയത്നം ചെയ്താൽ മാത്രമേ ആ രംഗത്ത് ശോഭിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ പ്രവാസിയായ ഒരു സാഹിത്യകാരൻ നിന്ന് നമ്മളോടൊപ്പമുണ്ട്. ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയെ ആകർഷിച്ചു പറ്റുന്ന ഒരു സാഹിത്യകാരൻ തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തെ പരിചയപ്പെടാം ഇന്നത്തെ അതിഥിയിലൂടെ. പ്രശസ്ത പ്രവാസി സാഹിത്യകാരനായ ശ്രീ കാരൂർ സോമനാണ് ഇന്നത്തെ നമ്മുടെ പൊൻപുലരിയിലെ അതിഥി. സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യാം പൊൻപുലരിയിലേക്ക്. സ്വാഗതം സർ. ഏതാണ്ട് 15 രാജ്യങ്ങളിലോളം സർ സന്ദർശിക്കുകയും അതുപോലെ തന്നെ അവിടുത്തെ ഒരു സംസ്കാരത്തെയും അതുപോലെ അവിടുത്തെ മലയാളികളൊക്കെ അടുത്ത് പരിചയപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ വളരെയധികം അനുഭവങ്ങൾ പ്രേക്ഷകരായിട്ട് പങ്കിടാനുണ്ടാവും. അപ്പോൾ ആദ്യമായി തന്നെ സാർ ഇങ്ങനെയായിരുന്നു വിദേശത്ത് ചെല്ലുന്നതിന് ശേഷമാണ് സാറിന്റെ സാഹിത്യ പരിശ്രമങ്ങൾ തുടങ്ങിയത്, അതോ നാട്ടിൽ തന്നെ എങ്ങനെയായിരുന്നു ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? ഞാൻ 8ാം ക്ലാസ് മുതൽ നാടകങ്ങളും പദ്യപാരായണങ്ങളും ഒക്കെ എഴുതി സ്വയം സ്കൂളിലും കോളേജിലൊക്കെ അവതരിപ്പിച്ചാണ് രംഗപ്രവേശം ചെയ്തത്. അപ്പം അന്ന് 1970കളിൽ കേരള യുവ സാഹിത്യ സഖ്യം മനോരമയുടെ നേതൃത്വത്തിലുണ്ടായിരുന്നു. അന്ന് മാലിക്കരം എന്നുള്ള വ്യക്തി ഞാനായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിൻ കയറുന്നത്. അന്ന് എന്നോട് മറ്റൊരാൾ കൂടെ ഉണ്ട്, ചേരാവിളി ശശി, അന്ന് കൂടി പഠിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ എന്തുകൊണ്ടാണ് ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിനിൽ കയറുന്നത്. നാടുവിടാനുണ്ടായ കാരണം തന്നെ ഒരു നാടകമാണ്. കാരണം ഞാൻ ഒരു സ്കൂളിൽ അവതരിപ്പിച്ചൊരു നാടകം ഇടിയടങ്ങ് താഴ്വര, അത് ഈ അന്നത്തെ പോലീസ് മേധാവിത്വത്തിനെതിരെയുള്ളൊരു നാടകമായിരുന്നു. അത് കണ്ടതിന് ശേഷം പോലീസിലെ ചില മാലിക്കര പോലീസ് സ്റ്റേഷനാണ്, ഇന്ന് ഞങ്ങളുടെ പോലീസ് സ്റ്റേഷൻ നൂറിനാടാണ്. അപ്പോൾ മാലിക്കര പോലീസ് സ്റ്റേഷനിലെ ചില ബന്ധുമിത്രാദികളും നാടകം കാണാൻ വന്നു രാത്രിയിൽ. അതിനുശേഷം എന്നെ വിളിച്ച് 1-2 പേര് താക്കീത് ചെയ്തു, നീ ഇങ്ങനെ നാടകം എഴുതാൻ പാടില്ല. പക്ഷെ ആ നാടകം തന്നെ ഞാൻ പിന്നീട് നൂറിനാട് ലെപ്രസി സാനിറ്റോറിയത്തിൽ വെച്ച് നടത്താൻ, അവരുടെ വാർഷിക മേളയ്ക്ക് നടത്താൻ തീരുമാനിച്ചറിഞ്ഞ് റിഹേഴ്സൽ നടന്നുകൊണ്ടിരുന്ന ദിവസം വീണ്ടും അറിഞ്ഞിട്ട് പോലീസുകാർ വന്നു. അങ്ങനെ ഒരു ദിവസം പിടിച്ച് മാലിക്കര സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും 11 മണി തൊട്ട് രാത്രിയിൽ 7-8 മണി വരെ അവിടെ ഇരുത്തുകയും ചെയ്തു. അങ്ങനെ വീണ്ടും എനിക്ക് താക്കീത് വന്നു. അങ്ങനെ വീട്ടുകാരുടെ ഒരു സമ്മർദ്ദം പൊതുവിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു ഒളിച്ചോട്ടമായിരുന്നു, രക്ഷപ്പെടുകയായിരുന്നു. അങ്ങനെ വടക്കേണ്ടി പോയി ഞാൻ പാഞ്ചി ഏഞ്ചൽ തിയേറ്റേഴ്സിന് വേണ്ടി നാടകങ്ങളും ഗാനങ്ങളും, പിന്നെ ആഗ്ര മലയാളി സമാജം, ലുധിയാന മലയാളി അസോസിയേഷൻ, ഇങ്ങനെ പല ഭാഗങ്ങളിൽ എൻ്റെ നാടകങ്ങൾ. അങ്ങനെ നാടകത്ത് പോകുന്നത് ഏത് വയസ്സിലായിരുന്നു? അത് ഞാൻ 17ാമത്തെ വയസ്സിലാണ്. പിന്നെ ഞാൻ പഠിച്ചതൊക്കെ പിന്നെ ഡൽഹിയിലാണ്. ഡൽഹി മാനേജ്മെന്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു. അതിനുശേഷം അവിടെ വെച്ച് മലയാളിയും ഒരു മാഗസിൻ ഞാൻ ഇറക്കി. ഏതാനും വർഷങ്ങൾ ഇന്ത്യയിൽ അന്ന് 21 സ്റ്റേറ്റുകളിലൊപ്പം 17 സ്റ്റേറ്റുകളിൽ ഞാൻ സഞ്ചരിച്ചു. അന്നെൻ്റെ ചെറുപ്പം മുതലുള്ള ഒരു ഇൻട്രസ്റ്റ് സഞ്ചാരമായിരുന്നു. അങ്ങനെ ഞാൻ ബുദ്ധൻ്റെ സ്ഥലം ബീഹാറിലെ ഗയ, പിന്നെ ശ്രീകൃഷ്ണന്റെ സ്ഥലം
മധുര, പിന്നെ ഗുരുനാനാക്കിന്റെ ഗോൾഡൻ ടെമ്പിൾ, അമർ സാറ്. ഒരു സാഹിത്യകാരൻ എപ്പോഴും ഒരു നല്ല സഞ്ചാരിയായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സൃഷ്ടിയെ തന്നെ ഒരു വളരെ നല്ല രീതിയിൽ തന്നെ സ്വാധീനിക്കാൻ നമുക്ക് അനുഭവങ്ങൾ ഒരുപാട് കിട്ടും, കാഴ്ചകൾ ഒരുപാട് നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പൊ അതൊക്കെ നമ്മുടെ എഴുത്തിലൂടെ നമുക്ക് പ്രതിഫലിപ്പിക്കാനും പറ്റും. ഒരു സാഹിത്യകാരന്റെ ഒരു വലിയ വിജയമായിരിക്കും. യാത്രയോടുള്ള കമ്പം ഇപ്പോൾ തുടങ്ങിയാണ്? അത് ചെറുപ്പം മുതൽ തുടങ്ങിയതാണ്. ഞാൻ ചെറുപ്പത്തിൽ ഇവിടെ പഠിക്കുമ്പോൾ തന്നെ കേരളത്തിൽ ആയിരുന്ന സമയത്ത് തന്നെ ഇവിടെ കന്യാകുമാരി, മലമ്പുഴ, തേക്കടി അങ്ങനത്തെ പ്രധാന സ്ഥലങ്ങളാണ്. ഇപ്പം ധാരാളം ഉണ്ടായിരിക്കും. അന്നന്നെ ഞാനത് കവർ ചെയ്തിരുന്നു ഇവിടെ വെച്ച് തന്നെ. അങ്ങനെ പല പല സ്ഥലങ്ങൾ അങ്ങനെ. വിദേശത്ത് ആദ്യം ഞാൻ പോകുന്ന ഗൾഫ് രാജ്യത്തോട്ടാണ്, സൗദി അറേബ്യ. അത് 1984 തോന്നുന്നു. ഇതുപോലെ ഒരു യാത്ര, ഒരു സഞ്ചാരത്തിനുള്ള കഴിവ് കൊണ്ട് പോയതാണ്? ജോലിയായിട്ട് ബന്ധപ്പെട്ട് പോയതാണ് ഞാനത്. അങ്ങനെ ഇവിടെ നല്ല വളരെ സജീവമായിട്ട് തന്നെ നാടകരംഗത്തും അതുപോലെ തന്നെ സാഹിത്യം, കലയുമായിട്ട് വളരെയധികം അടുത്ത് ഇടപഴകിയതിനു ശേഷം സൗദി അറേബ്യ പോലൊരു നാട്ടിൽ ചെന്നതിന് ശേഷം പിന്നീട് സർ അതിനുശേഷം ധാരാളം സഞ്ചരിച്ചു. എന്നിരുന്നാലും അവിടെയൊക്കെ എങ്ങനെയായിരുന്നു സാറിന്റെ ഒരു കലാവാസന? എങ്ങനെയായിരുന്നു? അതിനൊരു പ്രോത്സാഹനം ഉണ്ടായിരുന്നു? അവിടുത്തെ മലയാളികളൊക്കെ ഇത്തരത്തിലായിരുന്നു? സൗദി അറേബ്യയെ പറ്റി പറയുമ്പോഴേ അവിടെ ഞാൻ അന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നത് ഗൾഫ് മനോരമ, അന്നത്തെ, പിന്നെ മാധ്യമം, ഈ പത്രങ്ങളിലാണ് ഞാൻ പ്രധാനമായിട്ടും അന്ന് എഴുതുന്നത്. പിന്നെ ഇവിടുത്തെ കേരളത്തിലെ ചില മാസികകൾക്കൊക്കെ എഴുതുമായിരുന്നു, കഥയും കവിതയൊക്കെ ഇങ്ങനെ എഴുതുമായിരുന്നു, ലേഖനങ്ങളൊക്കെ. പൊതുവിൽ അവിടെ നമ്മൾക്ക് ഒരു സ്വാതന്ത്ര്യമില്ലാത്തൊരു രാജ്യമാണ് സൗദി അറേബ്യ. അവിടെ പിന്നെ മതത്തിന്റെ ആചാരക്കെട്ടുകൾ മനുഷ്യ മനസ്സുകളെ വളരെയധികം വേദനിപ്പിക്കുക അല്ലെങ്കിൽ ആശങ്കയിലും ആഴ്ത്തുന്ന ഒരവസ്ഥയാണ് അവിടെ ഉള്ളത്. ഇസ്ലാം മത വിശ്വാസികളായതുകൊണ്ട് ആ മതത്തിലുള്ളവർക്കേ പറ്റൂ അവിടെ പ്രാർത്ഥിക്കാൻ അനുവാദമുള്ളൂ. അവിടെ പിന്നെ പ്രാർത്ഥിക്കുന്നവരെന്ന് പറയുമ്പോൾ കൂടുതലും ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികളെന്ന് പറയുമ്പോൾ അവിടെ കംപ്ലീറ്റ് ഒരു മുറിക്കകത്ത് പ്രാർത്ഥിക്കാതിരിക്കാൻ കംപ്ലീറ്റ് സീൽ ചെയ്തിട്ടാണ്. ശബ്ദം പുറത്തും പാടില്ല. പുറത്തു പോയി കഴിഞ്ഞാൽ അത് പോലീസ് അവിടെ അറിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ ഒറ്റ കൊടുക്കും. മലയാളീസിനെ ഒറ്റ കൊടുക്കാറുണ്ട് അവിടെ ഇങ്ങനെ പ്രാർത്ഥന നടക്കുന്നുണ്ടെന്നുള്ളത്. എന്നുവെച്ചാൽ നമ്മുടെ മലയാളീസിൽ ഒരു പൊതുവിലുള്ള ഒരു ജന്മനാ കിട്ടിയിരിക്കുന്ന ഒരു ഗുണമാണല്ലോ പരസ്പരം ഛിദ്രം ഉണ്ടാക്കുക, അസൂയപ്പെടുക, പാരപണിക, ഇങ്ങനെയൊക്കെ ഉള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള സ്വഭാവം അവിടെയും കാണാറുണ്ട്. അങ്ങനെ പല ആൾക്കാർ അവിടെ നിന്ന് എക്സിറ്റ് അടിച്ച് പോകുന്നവരുമുണ്ട്. ഇങ്ങനെ പിടിക്കപ്പെട്ടു. ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, സാറിപ്പം ഇവിടെ നാടകം എഴുതിയത് തന്നെ തുടക്കത്തിലെ നാടകം തന്നെ വിവാദമായി. ഈ സമൂഹത്തിലെ അനീതികൾക്കെതിരെ നമുക്ക് കാണാൻ ഇഷ്ടപ്പെടാത്ത, സമൂഹം ആഗ്രഹിക്കാത്ത കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കുക എന്നുള്ളത് ഒരു എഴുത്തുകാരന്റെ ധർമ്മം കൂടിയാണ്. അപ്പം സൗദി അറേബ്യ പോലെയുള്ള ഒരു രാജ്യത്ത് ചെന്നിട്ട് താങ്കളുടെ ആ ഒരു രീതി ഫോളോ ചെയ്യാൻ കഴിഞ്ഞോ? ഇല്ല, അത് പറ്റൂല. അവിടെ ആ രാജ്യത്ത് ഒരിക്കലും സാധ്യമല്ല. കാരണം ഞാൻ അവസാനമായിട്ടൊരു ഫംഗ്ഷൻ സംബന്ധിക്കുമ്പോൾ അത് ദമാമിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. അവര് ജുബേൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്, എന്ന് വെച്ചാൽ അവിടെ ഈസ്റ്റേൺ പ്രൊവിൻസ് ആണ് ജുബേൽ. ജുബേൽ എന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉണ്ടാക്കുന്ന സ്ഥലമാണ് അവിടെ. ഏറ്റവും കൂടുതൽ ഒരു ഗ്രാമത്തിലാണ് ഒരു പരിപാടി നടക്കുന്നത്. കാരണം ഭയമാണ് ഇവിടെ മുത്തപ്പന്മാർ വന്ന് പിടിക്കില്ല എന്നുള്ളത്. കാരണം സ്ത്രീകളൊന്നും സ്റ്റേജിൽ കയറാൻ പാടില്ല. അത്തരത്തിലൊരു സിസ്റ്റമാണ് അവിടെ നടക്കുന്നത്. പിന്നെ മലയാളീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന പിന്നെ മാസികകളും പത്രങ്ങളൊക്കെ കണ്ടും കേട്ടും അത് വായിച്ചങ്ങനെ പോകുന്നു. കലാസാംസ്കാരികമായിട്ടുള്ള രംഗങ്ങൾ നമ്മൾ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ അത് പുറമെ ഒച്ചപ്പാടോടുകൂടി ഉള്ളതായിരിക്കും പാടില്ല. അത് ഏതെങ്കിലും കോമ്പൗണ്ടുകളിൽ വെച്ചൊക്കെയാണ്. ഞാൻ കൂടുതൽ സംബന്ധിച്ചിട്ടുള്ളത് കോമ്പൗണ്ടുകളിൽ വെച്ചുള്ള മീറ്റിങ്ങുകളിലൊക്കെയാണ്. പുറത്തോട്ടൊന്നും അത് വലിയ ബന്ധമില്ല. പിന്നെ മലയാളീസിൽ മാത്രമേ അത് അറിയുള്ളൂ. സൗദി അറേബ്യയെ പറ്റി പറയുമ്പോൾ ഇങ്ങനെയുള്ള കലാ സാംസ്കാരിക അല്ലെങ്കിൽ മതവിശ്വാസങ്ങൾ ഇവയ്ക്കൊന്നും പറ്റിയൊരു രാജ്യമല്ല. കഴിയുന്നതും ആ സ്ഥലത്തോട്ട് പോകരുതെന്നാണ് എന്റെ ഒരു കാലഘട്ടത്തില് സാർ അവിടെ വെച്ച് തന്നെ അവനൊരു കൃതി എഴുതുകയും ചെയ്തു എന്ന് തോന്നുന്നു. ഒരു സ്കൂളിനെ ബേസ് ചെയ്തിട്ടൊരു സംഗീത നാടകം. അതെ അതെ, അതൊരു വിമർശനാത്മകമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അത് വായിക്കുന്നത് നമ്മുടെ മലയാളീസ് മാത്രമാണ്, മറ്റാരുമല്ല. അന്നത്തെ സ്കൂളുകളിൽ നടന്ന അഴിമതികളെ പറ്റിയാണ് ഞാൻ എഴുതിയത്. അത് അവിടുത്തെ പ്രിൻസിപ്പൽ ചില അധ്യാപകർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്കറിയാം. അവര് ഇത്തരത്തിൽ സ്കൂളിൽ മറ്റുള്ളവരെ കൂടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രിൻസിപ്പലായിട്ട് സംസാരിച്ച് തീർത്തുകൂടെ, ഇത്തരത്തിലുള്ളൊരു കമന്റ് എനിക്ക് വന്നിട്ടുള്ളത്. അത് എഴുതുന്ന സമയത്ത് നമ്മളെപ്പോഴും അനീതിയും അക്രമങ്ങളും നടക്കുമ്പോൾ അതിനെ നോക്കിക്കൊണ്ടിരിക്കാൻ ഒരു എഴുത്തുകാരനെ കൊണ്ട് സാധ്യമല്ല. പക്ഷെ കേരളത്തിലെ എഴുത്തുകാരനെ സംബന്ധിച്ച് അവർ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്.
സർ, ഇപ്പം പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കേരളവുമായിട്ട് എല്ലാ ബന്ധങ്ങളും വിട്ട് ദൂരെ ഒരു നാട്ടിൽ താമസിക്കുമ്പോൾ ഒരുപക്ഷെ ഇത്തരം കൃതികളും അല്ലെങ്കിൽ ഇത്തരം സാഹിത്യ സൃഷ്ടികളും അവരുടെ നാടുമായിട്ട് അവരെ ബന്ധപ്പെടുത്തുന്ന ഇതൊക്കെ ആയിരിക്കും. സർ ധാരാളം വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതില് എവിടെയാണ് ശരിക്കും ഏറ്റവും കൂടുതൽ പ്രവാസികൾക്ക് അവരുടെ സാഹിത്യ സൃഷ്ടികൾക്ക് കിട്ടുന്ന ഒരു പ്രചോദനം? ഈ രാജ്യങ്ങളിൽ ഏതാണ് ശരിക്കും ഏറ്റവും കൂടുതൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്? മലയാള സാഹിത്യത്തെ, മലയാള ഭാഷയും സാഹിത്യത്തെയും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് ഞാൻ കണ്ടത് ഗൾഫ്, യൂറോപ്പ്, അമേരിക്ക എടുക്കുകയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങളാണ്. പിന്നീട് വരുന്നത് അമേരിക്കയാണ്. യൂറോപ്പ് വളരെ പിന്നോക്കമാണ്. കാരണം ഞാൻ ജർമ്മനിയിൽ കണ്ടത് ജർമ്മനിയിൽ മാത്രമേ ഉള്ളൂ മലയാളത്തോട് ഒരല്പം താല്പര്യം. പക്ഷെ ഞാൻ താമസിക്കുന്ന ഇവൻ ലണ്ടനിൽ പോലും മലയാളീസ് 2-3 ജനറേഷനായിട്ടുണ്ടെങ്കിലും അത്ര മലയാളത്തോട് വലിയ താല്പര്യമുള്ളതായിട്ട് എനിക്ക് അവിടെ ജീവിച്ച് താമസിക്കുന്ന മലയാളികൾക്ക് ഒരു മലയാളത്തിനോടും കേരളത്തിനോടുള്ള ഒരു മനോഭാവമൊക്കെ സാറിന് മനസ്സിലാകാൻ സാധിച്ചിട്ടുണ്ട്. അത് അവിടെ ഇതുപോലെ പിന്നെ അവിടെ വന്നിട്ടുള്ളവർ കൂടുതലും സിംഗപ്പൂരിൽ നിന്ന് മലേഷ്യയിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. നേരത്തെയുള്ള നമ്മളെക്കാൾ ഒരു 65-70 വയസ്സുള്ളവര്. അവർക്ക് ഇപ്പോഴും നമ്മുടെ ഭാഷയും നമ്മുടെ നാടും ഇതൊക്കെ തന്നെ വളരെ വളരെ കാര്യമായിട്ട് അവർ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. പക്ഷെ അവരുടെ ജനറേഷൻ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അത് അവരുടെ കുറ്റമല്ല, അവിടുത്തെ സംസ്കാരം അത്തരത്തിലാണ്. കാരണം മലയാളം അവർ പറയുന്ന പലർക്കും പറയാൻ അറിയില്ല, ചിലർക്ക് മനസ്സിലാവും. പിന്നെ ചിലർ അരമുറി മലയാളം ഇത്തരത്തിൽ അങ്ങനെ സംസാരിക്കുന്നു. അപ്പം അത് നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം അവിടുത്തെ കൾച്ചറും അവിടുത്തെ ഭാഷയെല്ലാം ഇംഗ്ലീഷ് ആയതുകൊണ്ട് അവർ കൂടുതൽ ഈ ഭാഷയോട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നില്ല. എന്നാൽ അവർ പല പരിപാടികൾ സമ്മതിക്കാറുണ്ട്. ഞാനവിടെ പല പരിപാടികളിൽ ഞാൻ കഴിഞ്ഞ വർഷം തന്നെ അവിടുത്തെ ഗുരുദേവ മിഷന്റെ ചതയാഘോഷത്തിന് ഞാൻ അവിടുത്തെ ഇരിഫോർഡ് ടൗൺ ഹാളിൽ സംബന്ധിച്ചപ്പോൾ മലയാളത്തിൽ ഞാനായിരുന്നു പ്രസംഗം. അന്ന് അവിടുത്തെ ഡെപ്യൂട്ടി ഹൈ കമ്മീഷൻ ശ്രീ രഞ്ജൻ മത്തായി അവിടുത്തെ അദ്ദേഹമായിരുന്നു എന്റെ ഉദ്ഘാടകന്. അപ്പോൾ അവിടെ ഞാൻ കണ്ട ഹാളിൽ 2000 പേർക്ക് ഇരിക്കാവുന്ന ഹാളാണ്. ലണ്ടന്റെ എല്ലാ ഭാഗത്തുനിന്നും അവിടെ ചതയാഘോഷം സംബന്ധിക്കുന്ന ആൾക്കാർ വന്നിരുന്നു അവിടെ. അപ്പോൾ അവർക്ക് വലിയ താല്പര്യമുണ്ട്, അവരുടെ കുട്ടികൾക്കും ഉണ്ട്. നമ്മുടെ കൾച്ചറിനെ അവർ എതിർക്കുന്നില്ല, പക്ഷെ അതിനോട് പൂർണ്ണമായിട്ട് അത്തരത്തിൽ ചെയ്തു പോകുക എന്ന് പറയുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണ്. സാർ, ഇത്തരം ഒരു സാഹചര്യങ്ങൾ സാറിന്റെ അതായത് ഒരു സാഹിത്യകാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രവാസി സാഹിത്യനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ തടസ്സങ്ങളാണ് ഒരു പക്ഷേ അവിടെ നിന്നുകൊണ്ട് അന്യനാട്ടിൽ നിന്നുകൊണ്ട് സാഹിത്യ പരിശ്രമങ്ങൾ? നല്ല ചോദ്യം എനിക്ക് തോന്നുന്നു. കാരണം എന്നെ പോലുള്ള വ്യക്തികൾ ധാരാളം തടസ്സങ്ങൾ നേരിടുന്ന വ്യക്തികളാണ്. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സാഹിത്യരംഗം അല്ലെങ്കിൽ ഇവിടുത്തെ ഭാഷാരംഗം അല്ലെങ്കിൽ സാഹിത്യ മുതിർന്ന വ്യക്തികൾ ഇവരിൽ നിന്നും തന്നെ ഒരു നല്ല പ്രചോദനം, സപ്പോർട്ട് ഈവൻ ഇവിടുത്തെ സർക്കാരിൽ നിന്ന് പോലും നല്ല സപ്പോർട്ട് ലഭിക്കുന്നില്ല. ഇവര് അവിടുത്തെ ഗൾഫിലായാലും അമേരിക്കയിലായാലും യൂറോപ്പിലായാലും ഇവരൊക്കെ VIP-കളായിട്ട് വരുന്നു, ഏതെങ്കിലും മീറ്റിങ്ങിൽ സംസാരിക്കുന്നു, അതുപോലെ മടങ്ങിപ്പോരുന്നു. എന്നാൽ ഈ ഭാഷയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവര് അല്ലെങ്കിൽ ഈ രംഗത്ത് ഇപ്പം എഴുതുന്ന ആൾക്കാർ, എൻ്റെ തന്നെ നോവൽ, കഥ, എല്ലാ രംഗത്തും ഉള്ള പുസ്തകങ്ങൾ എൻ്റേതുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടുന്ന പ്രചോദനം ഇവിടുത്തെ എഴുത്തുകാരും ഇവിടുത്തെ സർക്കാരും ചെയ്യുന്നില്ല. അവർക്ക് അവിടെ വന്നിട്ട് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമാണ്. അവരിൽ നിന്ന് വേണ്ടുന്ന സഹകരണങ്ങൾ നേടുവാൻ അവർക്ക് അല്ലെങ്കിൽ അത് എടുക്കുവാൻ അവർക്ക് താല്പര്യമുണ്ട്. പക്ഷെ അവർക്ക് വേണ്ട സപ്പോർട്ട് അവരൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. പ്രവാസി മലയാളികൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളത് പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങളിലൂടെ തന്നെ പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അവതരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ പ്രശ്നങ്ങൾക്കിടയിലാണ് അവർ ജീവിക്കുന്നതെങ്കിലും കേരളത്തിലെ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു ജീവിക്കുമ്പോൾ അവർ അവരുടേതായ സുഖങ്ങളും സൗകര്യങ്ങളിലും ഒക്കെ തന്നെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് ഒരു സത്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇത്രയും യാത്ര ചെയ്ത് എല്ലാ രാജ്യങ്ങളും സന്ദർശിച്ചു എന്ന് പറയുമ്പോൾ അവർ ശരിക്കും പ്രവാസി മലയാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അവിടെ പ്രധാനമായിട്ട് എംബസി വഴിയുള്ള പല പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. എംബസി ഇപ്പോൾ ഒരു ഗൾഫിലെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഞാൻ നേരിൽ കണ്ടിട്ട് ധാരാളം കാഴ്ചകളുണ്ട്. വളരെ ദയനീയമായിട്ട് അനുദിനം ജീവിക്കുന്ന അവിടുത്തെ തൊഴിലാളികൾ, ടെന്റുകൾ, അവർ താമസിക്കുന്ന ചുറ്റുപാടുകൾ, ഒരു മുറിക്കകത്ത് 5-6 ആൾക്കാരാണ് താമസിക്കുന്നത്. വേണ്ടുന്ന ചിലപ്പോൾ AC കാണത്തില്ല ഈ ചൂടുള്ള രാജ്യത്ത്. അതുപോലെ തന്നെ ശമ്പളം കിട്ടാത്തവർ, അതുപോലെ അംഗവൈകല്യം സംഭവിച്ചവർ, ഓഫീസുകളിൽ പീഡനം അനുഭവിക്കുന്നവർ, ഇവരുടെ പ്രശ്നങ്ങളിലൊന്നും തന്നെ നമ്മുടെ വിദേശകാര്യ വകുപ്പ് അല്ലെങ്കിൽ എംബസികളൊന്നും ഇടപെടുന്നില്ല. ഞാനവിടെ കണ്ടത് അവർക്ക് കുറച്ച് പാസ്പോർട്ട് സ്റ്റാമ്പ് അടിച്ചിട്ട് കുറച്ച് കാശ് വാങ്ങിക്കണം, കുറച്ച് ഫോൺ വിതരണം ചെയ്തിട്ട് ആ പൈസ വാങ്ങിക്കണം, ഇത്തരത്തിലൊരു സേവനം അവിടെ നടക്കുന്നത്.
അതിനപ്പുറമായിട്ട് മലയാളികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളൊന്നും അവർ കാണുന്നില്ല, കേൾക്കുന്നില്ല. ഈവൻ ചില കേസ് ചില മരണങ്ങളൊക്കെ അവർ അറിയിച്ചു കഴിഞ്ഞാൽ പോലും വളരെ ഇവിടുന്ന് പല മന്ത്രിമാരുടെയും പല റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ബോഡിയൊക്കെ കേരളത്തിൽ വരുന്നുള്ളൂ. അപ്പൊ അതിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതൊക്കെ റബ്ബർ സ്റ്റാമ്പ് എംബസികളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെന്നുള്ളത്. മലയാളീസിന് വേണ്ടുന്നതായിട്ടുള്ള സേവനം അവർ ചെയ്യുന്നില്ല. ശമ്പളം അവർക്ക് മാന്യമായിട്ട് കിട്ടുന്നുണ്ട്, അതിന് കുഴപ്പമൊന്നുമില്ല. അവിടുത്തെ ആൾക്കാരിൽ നിന്ന് പാസ്പോർട്ടിന് വേണ്ടിയുള്ളത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റാമ്പ് ചെയ്യുന്നതിനുള്ള കാശ് ഒരു വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ മലയാളീസിന് വേണ്ടുന്നതായിട്ടുള്ള നല്ല സഹകരണം ഈ എംബസി ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. പിന്നെ അവരുടെ സംഘടനകൾ കുറച്ച് കാര്യങ്ങൾ അവർ രംഗപ്രവേശം ചെയ്യുന്നുണ്ട്. സാഹിത്യ രംഗത്ത് താങ്കൾ നേരത്തെ പറഞ്ഞു, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു, പ്രതികരണത്തിനാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ എഴുത്തിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് അതിനാണെന്ന് പറഞ്ഞു. അപ്പം സാറിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഇപ്പം സാഹിത്യത്തിലൂടെ ഇങ്ങനെ എന്തിനെ വിമർശിക്കുക, കാണുന്ന കാര്യങ്ങളൊക്കെ വെട്ടി തുറന്ന് പറയുക എന്ന് പറയുന്ന രീതിയിൽ എപ്പോഴെങ്കിലും സാറിന്റെ ജീവിതത്തിൽ ദോഷകരമായിട്ട് ബാധിച്ചിട്ടുണ്ടോ? അതെ, ഇന്നും ദോഷമാണല്ലോ. കാരണം ഞാൻ എത്ര വർഷമായി 8ാം ക്ലാസ് തൊട്ട് പദ്യപാരായണങ്ങളും നാടകങ്ങളും എഴുതി. എന്റെ ഗുരു എന്ന് പറയുന്ന പണ്ഡിത KK പണിക്കരാണ്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം മലയാളം വിദ്വാൻ പഠിപ്പിക്കുന്ന ആളായിരുന്നു അന്ന്. അപ്പൊ ഉള്ളിലെ കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ തന്നെ ഞാൻ ഇന്ന് നീണ്ട വർഷങ്ങൾ ഈ രംഗത്തുണ്ടായിട്ട് എനിക്ക് ചില അവാർഡുകൾ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, അതല്ലെങ്കിൽ എനിക്ക് പിന്നെ നമ്മുടെ തകഴി മുതൽ ഇങ്ങോട്ട് തകഴി, അതുപോലെ തന്നെ ഡോക്ടർ KM ജോർജ്, എൻ്റെ ആദ്യത്തെ നാടകത്തിന് അവതാരി എഴുതിയത് ശ്രീമൂൽ വിജയനാണ്. പിന്നെ തോപ്പിൽ ഫാസി, അപ്പം ഈ അവസാനം ഇപ്പം എൻ്റെ നോവലിൻ്റെ അവതാരി എഴുതിയിരിക്കുന്നത് കാക്കനാടനാണ്. അപ്പൊ ഇങ്ങനെ മുതിർന്ന പല ആൾക്കാർ, NN പിള്ള, ഇങ്ങനെ ധാരാളം ആൾക്കാർ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ വിധത്തിലുള്ള ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഒരു സഹകരണ മനോഭാവം നമ്മുടെ മലയാള സാഹിത്യത്തിൽ നിന്നോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്നെപ്പോലുള്ള വ്യക്തികൾക്ക്. സുരക്ഷ സഹായം നമ്മൾ സാർ ഉദ്ദേശിക്കുമ്പോൾ എത്തരത്തിലുള്ള സഹായമാണ് ശരിക്കും പറഞ്ഞ ഇത്തരത്തിലുള്ള സാഹിത്യകാരന്മാർക്ക് വേണ്ടത്? ഏത് മേഖലയിലാണ് ശരിക്കും സഹായം? ഉദാഹരണത്തിന് ഇപ്പം തന്നെ എന്റെ കൂടുതൽ പുസ്തകങ്ങൾ ഇറക്കിയിരിക്കുന്നത് സാഹിത്യ സഹകരണ സംഘം NBS ആണ്. ഒരിക്കലും ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ കാശുണ്ടെങ്കിൽ നിങ്ങൾ പുസ്തകം ഇറക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും നിങ്ങൾ സമ്പാദിച്ചാൽ തന്നെങ്കിൽ പുസ്തകങ്ങൾ ഇറക്കത്തുള്ളൂ. നിങ്ങളുടെയൊക്കെ പുസ്തകങ്ങളൊക്കെ വിദേശ രാജ്യത്ത് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കുന്നവരല്ലേ, ഞങ്ങൾ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. ഇപ്പോൾ എനിക്ക് 30,000 രൂപ തരാനുണ്ട് അവിടുന്ന്. അപ്പോൾ ഇവിടുത്തെ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ട് അവരുടെ കാശ് കൊടുക്കണം, അവരുടെ പുസ്തകങ്ങൾ അത്തരത്തിൽ അവർക്ക് സാമ്പത്തികം അവരെ സഹായിക്കണം, ഇങ്ങനൊരു മനോഭാവമാണ് ഇവർക്കുള്ളത്. എന്നാൽ എന്നെപ്പോലുള്ള ആൾക്കാർ കൊടുക്കുന്ന ഈ പുസ്തകങ്ങൾക്ക് വേണ്ടുന്നതായിട്ടുള്ള സഹായം, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന പ്രോത്സാഹനം അവർ ആ ഭാഗത്ത് നിന്ന് കിട്ടുന്നില്ല. ഇവിടുത്തെ സാഹിത്യ സംഘങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഈ സർക്കാർ ഭാഗങ്ങളിൽ നിന്നോ ഒന്നും തന്നെ ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല. എന്താ ഇവിടുത്തെ സാഹിത്യ സഹകരണ സംഘങ്ങളും അതല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാരും ഒരു വിദേശ മലയാളി എഴുത്തുകാരന് എന്ത് സഹായമാണ് ചെയ്തിട്ടുള്ളത്? തിരിച്ചു ഞാൻ ചോദിക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ അധികൃത ആളുകളൊക്കെ കാണുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. ഇനി ഒരു അവസരത്തിൽ അത് അങ്ങനെ ഒരു ചോദ്യം അവരുടെ മനസ്സിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ ഈ ഒരു സമയം ഉപയോഗപ്പെടുത്തുകയും ചെയ്തു സാർ. എനിക്കും ഞാൻ ചോദിച്ചു വന്നത്, സാഹിത്യത്തിലെ പ്രവാസി സാഹിത്യം എന്നൊരു വേർതിരിവിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മളൊരു സാഹിത്യ ലോകത്ത് ഞാനും ഇവിടെയുള്ള മലയാളം എഴുതുന്നതാണ്, നമുക്ക് ഭാഷയെ അനുസരിച്ച് ഡിവൈഡ് ചെയ്യാം സാഹിത്യത്തെ. ഒരേ ഭാഷയിൽ തന്നെ പ്രവാസി സാഹിത്യം എന്ന് പറഞ്ഞിട്ടൊരു വേർതിരിവിന്റെ ആവശ്യമുണ്ടോ? അത് ഏത് രീതിയിലൊക്കെയാണ് പ്രവാസി സാഹിത്യകാരന്മാർ? ഈ പ്രവാസി സാഹിത്യം എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. സാഹിത്യം എന്നേ ഉള്ളൂ, ഭാഷ എന്നേ ഉള്ളൂ. നമ്മൾ എല്ലാവരും, ഞാനിപ്പം യൂറോപ്പിൽ നിന്നാലും എവിടെ നിന്നായാലും ഞാൻ മലയാള ഭാഷയാണ് ഞാൻ എഴുതുന്നത്, ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മറ്റു ലാംഗ്വേജിലോ എഴുതുന്നില്ല. അപ്പോൾ പ്രവാസ സാഹിത്യം എന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. ഒന്ന്. രണ്ടാമത്, ഈ പ്രവാസി എഴുത്തുകാരെ പറ്റി കൂടി പറയുമ്പോഴേ, അതായത് ഗൾഫിലും യൂറോപ്പിലും അമേരിക്കയിലും പോയി കുറെ പണം കണ്ടതിന് ശേഷം കുറച്ച് പേര് എഴുത്തുകാരായിട്ട് വന്നിട്ടുണ്ട്. അവരെ എഴുത്തുകാരാക്കുന്നത് കേരളത്തിലെ പുസ്തക കച്ചവടക്കാരാണ്. ഈ എന്താണ് പറയണത്, ചെറുകിട പുസ്തക പ്രസാധകർ. അവരുടെ കയ്യിൽ നിന്നും വൻ തുക ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് മനോഹരമായിട്ടുള്ള പുറം ചട്ടയോടുകൂടി പുസ്തകങ്ങൾ അടിച്ചിറക്കി കൊടുക്കുന്നുണ്ട്. ഈ രാജ്യത്തിൽ നിന്നുള്ള പലർക്കും വേണ്ടി ഇവിടെയുള്ളവരിൽ നിന്ന് എഴുതുന്നുണ്ട് കാശ് വാങ്ങിച്ചിട്ട്. കാരണം ഇവിടെ വന്നിട്ട് ഈ രാജ്യങ്ങളിൽ ഇവിടെ വന്നിട്ട് ഒരു നേതാവാകാനോ MLA ആകാനോ മന്ത്രിയാകാനോ പറ്റില്ല. പിന്നെ ഏക ഒരു മാർഗം എഴുത്തുകാരനാകുക എന്നുള്ളതാണ്.
കാരണം അമേരിക്കയിൽ ഞാൻ 4-5 മാസം മുമ്പ് അമേരിക്കയിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടുത്തെ ഒരു പത്രക്കാരനായിട്ട് സംസാരം പറയുകയാണ്. ഞാൻ ചോദിച്ചു അവിടുത്തെ ഫോട്ടോകളുണ്ടായി. അപ്പം ആ പത്രക്കാരൻ എന്നോട് പറയുകയാണ്, $50 തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഫോട്ടോ കൊടുക്കും പത്രത്തിൽ. അപ്പൊ അത്രമാത്രം സാമ്പത്തികമായിട്ട് വളർന്നുകൊണ്ട് ഭാഷയെ, എന്റെ ഭാഷയിൽ പറയുമ്പോൾ ബലാത്സംഗം ചെയ്യുന്ന അല്ലെങ്കിൽ വ്യഭിചരിക്കുന്ന ഒരു കൂട്ടർ ഇങ്ങനെ വളരുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ. അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവിടുത്തെ കുറച്ച് ആൾക്കാരാണ്. അതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു മുഖംമൂടി അണിഞ്ഞ ആൾക്കാരെ വെളിച്ചത്ത് കൊണ്ടുവരാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സാഹിത്യത്തിന് ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു സംഭവമാണ്. അത് ദോഷമാണ് സംഭവം. അതുകൊണ്ടാണല്ലോ ഈ പ്രവാസ രചനയിൽ വളരെ വിരലെല്ലാം പോലും ആൾക്കാരില്ല. നല്ല പ്രവാസ സാഹിത്യകാരന്മാരെ എങ്ങനെ ബാധിക്കുന്നു? അവരാണ് ഇപ്പം ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിലെ ഈ ചവറ് പുസ്തകങ്ങളെല്ലാം ഇങ്ങോട്ട് വന്ന് കാണുമ്പോഴേ ഒരാൾ വായിച്ചു, പുറംചാട്ട് കണ്ടിട്ടാണ് എടുക്കുന്ന പുസ്തകം, കാശ് കൊടുത്ത് വായിക്കുന്നത്. വായിച്ചു കഴിയുമ്പോൾ അപ്പോൾ ഒരു വിലയിരുത്തൽ അവരുടെ മനസ്സിൽ തന്നെ കടന്നു കഴിഞ്ഞു. പൊതുവിൽ ഒരു വിലയിരുത്തൽ അവർ ആയിക്കഴിഞ്ഞു. അതിന് കാരണം ഇത് എങ്ങനെ നിരോധിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ സിനിമയിൽ CD-കളൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുമെന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ പെട്ടെന്ന് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതിന് ഇവിടുത്തെ ചെറുകിട പുസ്തക കച്ചവടക്കാരെ നിയന്ത്രിക്കുകയാണ് വേണ്ടത്. അവർക്ക് ലൈസൻസിങ് അല്ലെങ്കിൽ രജിസ്ട്രേഷനൊക്കെ ഏർപ്പെടുത്തണം. അവരുടെ പുസ്തകങ്ങളെ വിലയിരുത്തി വേണം അവരുടെ ഈ ഇയർലി ഓരോ വർഷവും അവർക്ക് ഈ ലൈസൻസ് പുതുക്കി കൊടുക്കേണ്ടത്. അത്തരത്തിലുള്ളൊരു സമീപനം ആവശ്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വിദേശത്തുള്ള മലയാളി സംഘടനകളൊക്കെ തന്നെ അവർ എന്തുമാത്രം പങ്ക് വഹിക്കുന്നുണ്ട് അവിടുത്തെ, അതായത് അവിടെ താമസിക്കുന്നവരുടെ കലയും സാഹിത്യമൊക്കെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് എന്തുമാത്രം പങ്കാണ് വഹിക്കുന്നത്? അത് നല്ല ചോദ്യമാണ്. കാരണം ഞാൻ ഗൾഫിൽ പറയുമായിരുന്നു കടലാസ് സംഘടനകൾ. ഇത് ഞാൻ അമേരിക്കയിലും 2ാം സ്ഥാനം അമേരിക്കയാണ്. കാരണം ധാരാളം സംഘടനകളാണ്. ഇവരെല്ലാം ഇവിടുത്തെ ക്ലബ്ബുകളുണ്ട് കേരളത്തിൽ. ഞാനിവിടെ ഓണത്തിന് പല ക്ലബ്ബുകളിൽ പ്രസംഗിക്കാൻ പോകാറുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഒരു വർഷം കിടന്ന് ഉറങ്ങും, ഓണത്തിന് എഴുന്നേക്കും. എന്നിട്ട് അടുത്തുള്ള MLA MP ഇങ്ങനെയുള്ള കുറെ ആൾക്കാരെ വിളിക്കും. ഒരു ഏതെങ്കിലും ചില എഴുത്തുകാർ വളരെ അപൂർവം കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ വളരെ ഒരു നാടകമൊക്കെ ആയിട്ട് അങ്ങ് അവതരിപ്പിക്കും. ആ ഒരു രാത്രി കൊണ്ട് ഓണം കഴിഞ്ഞു. ഇതേ സംഭവം തന്നെയാണ് അവിടെ നടക്കുന്നത്. ഓണത്തിന് എല്ലാ സംഘടനകളും രംഗത്ത് വരും. വേണ്ടി വന്നാൽ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഒരു മന്ത്രി വരെ അവിടെ വരുത്തും, നിർത്തി അങ്ങോട്ട് ഫോട്ടോ എടുക്കാൻ. അടുത്ത ദിവസത്തെ പത്രത്തിൽ കൊടുക്കണമല്ലോ. അപ്പൊ പൊതുവിൽ കണ്ടത് ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു സമീപനമല്ല ഈ കൂട്ടർക്കുള്ളത്. അവരുടെയും ലക്ഷ്യം പുസ്തക കച്ചവടം, എഴുത്തുകാർ എന്ന് പറഞ്ഞതുപോലെ മാധ്യമങ്ങളിൽ അവർക്കും പേര് വരണം. സാറിന്റെ സംസാരത്തിലും അത് ആ എഴുത്തിന്റെ ഒരു തീവ്രത പലപ്പോഴും കടന്നു വരുന്നു. ഈ ഒരു ഭാഷ തന്നെ ആയിരിക്കാം സാറിനെ ഏറ്റവും കൂടുതൽ എഴുത്തിന്റെ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നു. എന്നാലും സാറിന്റെ രചനകളിലേക്ക് വരാം നമുക്ക്. സാർ ഒരുപാട് നോവലുകൾ എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ആസ്വാദകനെ കുറച്ച് കാഴ്ചയുടെ ഒരു ഭംഗി കൂടി എഴുത്തിൽ കൂടി കൊടുക്കേണ്ടത് സഞ്ചാര സാഹിത്യത്തിലാണ്. തീർച്ചയായിട്ടും നമ്മൾ കണ്ട കാഴ്ച അത് പ്രേക്ഷകരെ കാണുന്ന രീതിയിൽ അനുഭവിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു സാഹിത്യകാരന് ഏറ്റവും വലിയൊരു വെല്ലുവിളി തന്നെയാണ്. അപ്പോൾ സഞ്ചാര സാഹിത്യത്തെ കുറിച്ച്, സഞ്ചാരങ്ങളെ കുറിച്ചിട്ട്, സഞ്ചാര സാഹിത്യത്തിലേക്ക് കടന്നു വന്നതിനെ കുറിച്ചിട്ടൊക്കെ പറയാം. ഞാൻ ആദ്യമായിട്ട് അതിന്റെ പുസ്തകം എഴുതിയത് സൗദിയുടെ മണ്ണിൽ എന്ന ലേഖന സമാഹാരമാണ്. അത് വിദ്യാർത്ഥി മിത്ര കുട്ടികൾക്ക് വേണ്ടി പുറത്തിറക്കിയത്. കുട്ടികൾക്ക് ഒത്തിരി പഠിക്കാനുണ്ട് അതിനകത്തുനിന്ന്. അപ്പോൾ സൗദി അറേബ്യയിൽ എല്ലാ സ്റ്റേറ്റിലും ഞാൻ പോയിട്ടുണ്ട്, എല്ലാ പ്രൊവിൻസിലും. അവിടെ പ്രൊവിൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ മക്ക മാത്രമേ ഞാൻ പോകാത്തത്. മറ്റുള്ള എല്ലായിടും ഞാൻ സഞ്ചരിച്ച് സൗദി അറേബ്യയിലെ. അതിന്റെ വെളിച്ചത്തിൽ അവിടുത്തെ സാമൂഹ്യ, അവിടുത്തെ രാജ്യ ചരിത്രപരമായിട്ടുള്ളൊരു പുസ്തകമാണത്. ഇപ്പൊ ഞാൻ വീണ്ടും ഇപ്പോൾ അതിനോടനുബന്ധിച്ച് ഇപ്പോൾ ഒരു ലേഖന സമാഹാരം തയ്യാറാക്കിയിരിക്കുന്നത് കഥകൾ ഉറങ്ങുന്ന പുണ്യഭൂമി. അതുകൊണ്ട് തുടങ്ങുന്നത് മക്കയുടെ ഉത്ഭവം, ആദിമ മനുഷ്യർ, ഇങ്ങനെ പല പല ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് വരുന്നത്. പലർക്കും മക്കയെ പറ്റി സത്യത്തിൽ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയില്ല. അപ്പോൾ അതവിടെ സഞ്ചരിച്ചത് കൊണ്ട് മാത്രമാണ് ഞാനത് മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ മറ്റൊരു പുസ്തകം അടുത്ത് തന്നെ വരാതിരിക്കുന്നതാണ് വിയന്ന ഭൂമിയിലെ സ്വർഗം, വിയന്നയെ പറ്റിയുള്ളത്. യൂറോപ്പ് വളരെ ഞാൻ സഞ്ചരിച്ചിട്ടുള്ള രാജ്യങ്ങളിൽ വെച്ചിട്ട് വളരെ മനോഹരമായിട്ട് എനിക്ക് അനുഭവപ്പെട്ട 2 രാജ്യങ്ങളിലാണ്. ഒന്ന് ബ്രിട്ടൻ എന്ന് പറയുമ്പോൾ ലണ്ടൻ, പിന്നെ വിയന്ന. യൂറോപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അപ്പോൾ ആ രാജ്യങ്ങളെ പറ്റി ഞാൻ കുറച്ച് ഇപ്പം ഞാൻ എഴുതിയിരിക്കുന്നത് കാൽപ്പാടുകൾ എന്ന് പറഞ്ഞ നോവലാണ്. സത്യത്തിൽ ആ നോവല് ഒരു സഞ്ചാര സാഹിത്യം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം യൂറോപ്പും നമ്മുടെ കേരളവും അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെടുത്തി 2 സംസ്കാരങ്ങളെ
ജീവിതങ്ങളെ വിളിച്ചറിയിക്കുന്ന ഒരു നോവലാണത്. അപ്പോൾ എൻ്റെ എല്ലാ മിക്ക രചനകളിലും മറ്റൊന്ന് കിനാവുകളുടെ തീരം, അത് ഗൾഫിൽ നിന്നുള്ള നോവലാണ്. ആ പുസ്തകം ബുക്ക് മാർക്കിൽ അത് വായിക്കാൻ കിട്ടും. അത് ഗൾഫിനെ പറ്റി അവിടുത്തെ ജീവിതവും ഇവിടുത്തെ നമ്മുടെ ആൾക്കാരുടെ ജീവിതം തമ്മിലുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ എൻ്റെ ഏതൊരു വെറുതെ എടുത്തു കഴിഞ്ഞാൽ അതിലെല്ലാം ഓരോരോ രാജ്യത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ അതിൽ ബന്ധിക്കപ്പെടുന്നുണ്ട്. അവിടുത്തെ സംസ്കാരം, നമ്മുടെ സംസ്കാരം, ഈ രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അതേപോലെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാർ, ഇപ്പം നമ്മൾ കേരളത്തിന്റെ സംസ്കാരത്തിൽ നിന്ന് വിട്ടു പോയിട്ടാണ് മറ്റു സംസ്കാരങ്ങളുമായിട്ട് ഇഴകിച്ചേർന്ന് ജീവിക്കുന്നത്. അപ്പം നമ്മുടെ സംസ്കാരത്തോടൊപ്പം ആ സംസ്കാരങ്ങളുടെ ഒരു സ്വാധീനവും ഇവിടുന്ന് പോയ ആളുകളുടെ ജീവിതത്തിലും ജീവിത രീതികളിലും എന്തായാലും ഉണ്ടാവും. അപ്പോൾ സാറിന് ഈ കണ്ട യാത്രകളിലെ പ്രവാസി മലയാളികളിലെ അങ്ങനെയുള്ള ഒരു മാറ്റം ഏതൊക്കെ രീതിയിലാണ് അനുഭവപ്പെട്ടത്? ഇപ്പം യൂറോപ്പിൽ പോയി, അതേപോലെ അമേരിക്കൻ അങ്ങനെ സ്ഥലങ്ങളിൽ പോയിട്ട് മറ്റു ഗൾഫ് രാജ്യങ്ങളിൽ പോയി, ഇവിടെയൊക്കെയുള്ള പ്രവാസി മലയാളികളുടെ പൊതു സ്വഭാവത്തിലുള്ള മാറ്റം എന്തൊക്കെയാണ്? ഇവിടുത്തെ മലയാളികളുടെ പ്രവാസി മലയാളികളുടെ അവിടെ തീർച്ചയായിട്ടും മാറ്റമുണ്ട്, മാറ്റം ഇല്ലാതില്ല. അതെങ്ങനെയൊക്കെയാണ് സാർ സാഹിത്യത്തിലൂടെ പ്രകടിപ്പിക്കുന്നത്? അതെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ രണ്ട് കഥാപാത്രങ്ങളെ വെച്ചിട്ടാണ് അത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ കൂടി വായനക്കാരനാണ് തീരുമാനിക്കേണ്ടത് നല്ലതേത് ചീത്തയേതെന്നുള്ളത്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ രണ്ട് സംസ്കാരങ്ങളും രണ്ടു തരത്തിൽ നല്ലതാണ്. എന്നാൽ നമ്മൾ ഇവിടെ ജനിച്ചു വളർന്ന, ഞാൻ സാറിന് കടിഞ്ഞാനില്ലാത്ത കുതിരകളെ പോലെ പോകുന്ന ഒരു സംസ്കാരമാണ് പാശ്ചാത്യ രാജ്യത്തിൻ്റെത്. ഇത് നമ്മുടെ കുതിരയ്ക്ക് കടിഞ്ഞാനിട്ട് പോകുന്നൊരു സംസ്കാരം. ആ വ്യത്യാസമാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ആയാലും അവിടെ ആയാലും നമ്മൾക്ക് നന്മ സ്വീകരിക്കാം, തിന്മ തിരസ്കരിക്കാം. അത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. മലയാളികളിൽ പൊതുവിൽ കണ്ടുവരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ നമ്മുടെ ഈ മലയാളിൽ നിന്ന് സിംഗപ്പൂരിൽ നിന്നൊക്കെ പോയ ആൾക്കാർ, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പണ്ട് രണ്ടാം ലോകമായ യുദ്ധത്തിൽ പല ആൾക്കാർ ബ്രിട്ടനിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് അന്ന് അവർക്ക് വിസ ഒന്നും വേണ്ടായിരുന്നു. കാരണം ഇവിടുത്തെ ഇന്ത്യൻ ആർമിയിൽ സേവനം ചെയ്തവരാ. പാകിസ്ഥാനികളെ, അതുപോലെ തന്നെ ബംഗ്ലാദേശികളെ, ഇന്ത്യക്കാരെ ധാരാളം പേര് ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ, പ്രായമുള്ളവർ. അപ്പൊ അവരൊക്കെ നമ്മുടെ ആ സംസ്കാരം കീപ്പപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് ഈ വരുന്ന ജനറേഷനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവരാ സംസ്കാരമായിട്ട് യോജിച്ചു പോവുകയാണ്. ഇവരിപ്പം ഒരു സ്ത്രീ വീട്ടിൽ നിന്ന് വൈനോ കണ്ണോ കുടിക്കാറുണ്ടോ? വളരെ അപൂർവമായിരിക്കും എൻ്റെ അനുഭവത്തിൽ. പക്ഷെ അവിടെ അവർ കഴിക്കുന്നു. ഇതെങ്ങനെ യോജിച്ചു പോകാൻ പറ്റും? പക്ഷെ നമ്മുടെ സ്ത്രീകളത് ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഉപയോഗിക്കുന്ന ഒരാളെ കുറ്റപ്പെടുത്താൻ പറ്റുമോ നമുക്ക്? നമ്മൾ അവിടെ ചെന്ന് താമസിക്കുക, പരദേശികളായിട്ട് അല്ലെങ്കിൽ മറ്റു രാജ്യത്ത് നിന്ന് ചെന്നവരാണ് അല്ലേ? അപ്പോൾ നമുക്കൊരു കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. അവരുടെ സംസ്കാരത്തിൽ കൂടി അവർ ജീവിക്കുന്നു, നമ്മുടെ സംസ്കാരത്തിൽ കൂടി നമ്മൾ ജീവിക്കുന്നു. രണ്ടും രണ്ടു വിധത്തിൽ നല്ല തന്നെ പറയാൻ പറ്റും. പക്ഷെ മലയാളികൾക്ക് പൊതുവെ ഉള്ളൊരു രീതി കണ്ടുവരുന്നത്, ഇതിനു മുമ്പ് ഒരു പ്രവാസ മലയാളി വന്നപ്പോൾ പറയുണ്ടായി, വീട്ടിന്റെ അകത്ത് മലയാളം പറയും ഒക്കെയാണ് മലയാളി എന്നുള്ള രീതിയിൽ തന്നെ ജീവിക്കും. പക്ഷെ വീട്ടിന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ താൻ മലയാളിയാണ് എന്ന് പറയാൻ പലപ്പോഴും ഒരു അപകർഷതാബോധം, അല്ലെങ്കിൽ അതിനെന്തോ ഒരു കുറവുണ്ട് എന്ന രീതിയിൽ കാണുന്ന ഒരു പറ്റം മലയാളി. അത്തരത്തിലൊരു അവസ്ഥ ഉണ്ടോ ശരിക്കും? ഞാനത് വീട്ടിനുള്ളിലൊരു മലയാളം പുറത്തൊരു മലയാളം എന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റൂല. കാരണം വ്യക്തിത്വമുള്ള അല്ലെങ്കിൽ മലയാള തനിമയുള്ള മലയാള സംസ്കാരം ഉൾക്കൊള്ളുന്ന ഏതൊരു വ്യക്തിയും അതകത്തും പുറത്തും അവന് ഒന്ന് തന്നെയായിരിക്കും. അങ്ങനെയുള്ളവർ ധാരാളം പേരുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ കൂടുതൽ നമ്മൾ കൊണ്ടിരിക്കുന്നത്, അതായത് പുറംപൂച്ച് പുറംപൂച്ചെന്ന് മലയാളത്തിൽ പറയാൻ, അതുപോലെ പുറമെ ഞാൻ പൊതുവെ മലയാളികളെ പറ്റി അവിടെ പറയാറുണ്ട് അഹങ്കാരികൾ, അഹംഭാവികൾ എന്ന് ഞാൻ പറയാറുണ്ട്. ഒന്നിലല്ല, അവർ ഓരോ കൂടുതലാണെന്ന് ഞാൻ പറയാറുണ്ട് മറ്റുള്ളവരെ അപേക്ഷിച്ച്. കാരണം ഇതാ കാരണം, ഒന്നിലിച്ചിരി അഹങ്കാരം കാണും, അല്ലെങ്കിൽ ഇച്ചിരി അഹംഭാവം കാണും. ഇവിടെ പണ്ട് നമുക്കറിയാം, ഇവിടെ പട്ടിണി ഉണ്ടായിരുന്ന കാലത്ത് ഗൾഫിൽ പോകുന്നതിന് മുൻപ് വയറ്റിൽ പട്ടിണിയാണെങ്കിൽ നല്ലതുപോലെ തേച്ച് സുന്ദരക്കൂട്ടനായിട്ടാണ് നടക്കുന്നത്. പക്ഷെ എന്നാലും പട്ടിണിയാണെന്ന് ഒരാളുടെ പറയില്ല, എനിക്ക് വിശക്കുന്നു എന്ന് പറയില്ല. ഇവിടുത്തെ ഞാൻ മറ്റൊന്ന് പറയാന്, ഇവിടുത്തെ ഈ രാജ്യത്ത് നമ്മുടെ ഈ സ്ഥലത്ത് ആരും കൂണ്ടാലിപ്പണി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പറമ്പ് പോലും കിളയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഗൾഫിലും മറ്റു രാജ്യങ്ങളിലൊക്കെയും ചെന്നിട്ട് എല്ലാ പണിയും അവർ ചെയ്യുന്നുണ്ട്. കക്കൂസ് തുടയ്ക്കണോ, വീട് തുടയ്ക്കണോ, തൂക്കണോ, വണ്ടി ഓടിക്കണോ, ഇപ്പൊ കാളെ കെട്ടണോ, എന്ത് ചെയ്യാൻ അവർ തയ്യാറാണ്. പക്ഷെ ഇവിടെ അവർ ചെയ്യത്തില്ല. അപ്പൊ ഇത്തരത്തിൽ കുറച്ച് ആൾക്കാരുണ്ട്. എന്നാൽ ഇവര് മറ്റുള്ളവരെ കണ്ടുപിടിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ കണ്ടൊരു കാര്യം, അവിടുത്തെ റോഡുകൾ പോലും അവിടുത്തുകാരാണ് തൂക്കുന്നത്. അവിടുത്തെ റോഡുകൾ പോലും അവിടുത്തെ പൗരന്മാർ, അവരുടെ രാജ്യം, അത്തരത്തിൽ അവരുടെ രാജ്യത്തോടുള്ള ആത്മാർത്ഥത
ബന്ധം അവർ കീപ്പപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു അവബോധം നമ്മുടെ സമൂഹത്തിൽ വളർത്തി വലുതാക്കി എടുക്കണം എന്നുള്ളത് തന്നെയാണ് സാർ പറഞ്ഞു വരുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഇത്തരത്തിൽ ഇപ്പൊ നമ്മൾ ഗൾഫിൽ പോയിട്ട് തിരിച്ചു വരുന്നവരൊക്കെ തന്നെ ഇവിടുന്ന് ഞാൻ മുൻപൊരു അഭിമുഖത്തിൽ പറഞ്ഞതുപോലെ പലരും ഇവിടുന്ന് അച്ചടക്കമില്ലാതെ പോകുന്നത്. കാരണം ഇവിടുത്തെ രാഷ്ട്രീയവും മതവും കൂടി അവരെ അത്തരത്തിലാക്കി അവർ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവർ വളരെ അച്ചടക്കമുള്ള, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം, വിദേശത്ത് പോയിട്ട് വരുന്ന ഒരു വ്യക്തിയെ ശ്രദ്ധിക്കണം, അവന് വളരെ അച്ചടക്കം കാണാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ ഓരോ രംഗത്തും വളർത്തിക്കൊണ്ടുവരുവാൻ, ഓരോ രംഗങ്ങളെയും വളർത്തി വികസിപ്പിച്ചെടുക്കാൻ അവർക്ക് കഴിയും. തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനി സംസാരിച്ച് പോവുകയാണെങ്കിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. പക്ഷെ നമ്മുടെ സമയമാണ് ഇവിടെ പ്രശ്നം. എങ്കിലും സാർ ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുള്ള ഒരാളാണെന്നും നമുക്കെതിരെ കാണുന്ന എല്ലാ തിന്മകൾക്കൊക്കെ എതിരെ അപ്പോൾ തന്നെ പ്രതികരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നും തന്റെ മാധ്യമമായ സാഹിത്യത്തെ അതിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നും എല്ലാം പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിന് മാതൃകയാകാൻ സാറിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇതുപോലെ നല്ല നല്ല കൃതികൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി.